എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപേ പുതിയ പ്രൊമോയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ ശിവേട്ടനും ഗംഗേട്ടനും കൂടെ ടെൻഷൻ അടിച്ച് ഓരോന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഗംഗേട്ടൻ ശിവേട്ടനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ സ്റ്റാലിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു, സ്റ്റാലിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശിവനോട്. ബാലചന്ദ്രൻ എന്തായിരുന്നാലും സ്റ്റാലിയെ കാണാൻ വേണ്ടി പോകും. സ്റ്റാലിയോട് ബാലചന്ദ്രൻ അലീനെ കുറിച്ച് പറയും. എന്തായിരുന്നാലും സ്റ്റാൻലി ആ സമയത്ത് വൈജയന്തിയെ അന്വേഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ കീഴടങ്ങുക, അതേ നിവർത്തിയുള്ളൂ ഇനി എന്ന് ഗംഗേട്ടൻ ശിവേട്ടനോട് പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഞെട്ടലോട് കൂടി തന്നെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗേട്ടനും ശിവേട്ടനും ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം കാരണത്താൽ ഗംഗേട്ടനും ശിവേട്ടനും കൂടെ നമ്മുടെ വൈജയന്തിയോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് അവർ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ വൈജയന്തി ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എന്ന മട്ടിലാണ് വൈജയന്തിയുടെ നിലനിൽപ്പ്. അലീന അവിടെ നിന്ന് പോയാൽ മാത്രമേ വൈജയന്തി തിരിച്ച് അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അത് മാത്രമല്ല, ഗംഗേട്ടൻ ആ സമയത്ത് വൈജയന്തിയോട് പറയുവാണ്, അലീന വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം താറുമാറാകും. ഒരിക്കലും നിന്റെ ബാലചന്ദ്രനെയും നിന്റെ ആ ജീവിതവും തിരികെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇത് നീ ഓർത്തോളണം വൈജയ് എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. സമയത്തും വൈജയന്തിക്ക് ഒരു കൂസലുമില്ല. എന്തും നേരിടാൻ തന്നെ തയ്യാറായിട്ടാണ് വൈജയന്തി നിൽക്കുന്നത്. എന്തു തന്നെ വന്നാലും ആ അലീനയും ഞാനും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കത്തില്ല, എന്റെ വാശിയാണ് എന്ന് തന്നെ വൈജ പറയുവാണ്. വാശിയോട് കൂടെ തന്നെ ഗംഗാധരന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. വൈജയന്തി ഉറച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി സ്റ്റാൻലി എത്തിക്കഴിയുമ്പോഴായിരിക്കും പല സത്യങ്ങളും വൈജയന്തിയും അറിയാൻ പോകുന്നത്. അലീന തന്റെ മകളാണെന്നുള്ള സത്യവും എല്ലാ കാര്യങ്ങളും അറിയും. ഇനി വരുന്ന എപ്പിസോഡിൽ ബാലചന്ദ്രനും സ്റ്റാൻലിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും പിന്നെ വൈജയന്തിയെ തേടിയും അലീനയും തേടിയൊക്കെ സ്റ്റാൻലി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് വരുന്ന എപ്പിസോഡിൽ തന്നെ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.